ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വഴുതനങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയ റെസിപ്പീസിൽ വെച്ച് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 വഴുതനങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്ന റെസിപ്പിയുടെ ഒരു രീതി വെച്ചിട്ട് ഇതേപോലെ കുറച്ചൊന്ന് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയാണെങ്കിലും എരിവിനനുസരിച്ച് എടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ മറ്റോ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 4-5 മിനിറ്റ് മാത്രം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അതിനുശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ഫ്രൈ പാൻ ആണെങ്കിലും ഉപയോഗിക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചെയ്താൽ നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ചട്ടിയിൽ അധികം അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ കുറച്ചായിട്ട് വഴുതനങ്ങ നമുക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇതുപോലെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് എണ്ണ ഒഴിച്ചൊന്നും നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി ഡ്രൈ ആയൊന്നും പോകണ്ട. ആ ഒരു ഉൾഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുക്ക് ആവണം. അതുപോലെ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരണം. അത്രമാത്രം മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങനെ ആയി കിട്ടും. അതിനുശേഷം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഗ്രേവി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്ത ആ ഒരു സെയിം ചട്ടിയിലേക്ക് തന്നെ അല്പം കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ശേഷം ഒരു 2-3 വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് എരിവ് കൂടിയ പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരെണ്ണം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി അതും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ചെറിയ സവാളയാണെങ്കിൽ 2 വരെ എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വഴുതനങ്ങയ്ക്ക് നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ട് റെഡിയാക്കി എടുത്തതാണ്. ഈ ഒരു സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്കാം. മല്ലിയില കൂടി ഇട്ട് വഴറ്റി റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇനി ഒരു 2 മിനിറ്റ് ഒരു പൊടികളുടെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരുപാടൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയുടെ പകുതി, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിക്ക് ഒരു 1-2 മിനിറ്റ് മാത്രം ഇളക്കി കൊടുക്കാം. ഒത്തിരി നേരം നമ്മൾ കുക്ക് ചെയ്യരുത്, വഴുതനങ്ങ ഉടഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഹൈ ഫ്ലെയിമിലിട്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നല്ല ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം കൂട്ടി ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറികളും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വഴുതനങ്ങ വെച്ചിട്ടുള്ള നമ്മുടെ ഇന്നത്തെ മെഴുക്ക് പുരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.